അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിനുസുൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാൻ്റെ 178 വചനത്തിൽ അല്ലാഹു തആല പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന ഇശ്തറൂൽ കുഫ്റ ബിൽ ഈമാൻ ലൻ യളുറുല്ലാഹ ശൈആ വലഹും അദാബുൻ അലീം. ഇന്നല്ലദീന, നിശ്ചയമായും ഒരു വിഭാഗം ആളുകൾ, ഇഷ്തറൗ, അവർ വിലയ്ക്ക് വാങ്ങുകയാണ്, അൽ കുഫ്റ, സത്യനിഷേധത്തെ, ബിൽ ഈമാനി, സത്യവിശ്വാസത്തിനു പകരം. മാർക്കറ്റിൽ പല സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കിട്ടും, നമുക്കിഷ്ടമുള്ളത് വാങ്ങാം. ഇതുപോലെ അല്ലാഹു തആല പറയുന്നു, ഒരു വിഭാഗം ആളുകൾ അവർ സത്യവിശ്വാസത്തിന് പകരം സത്യനിഷേധത്തെയാണ് കാശ് കൊടുത്ത് വാങ്ങുന്നത്. ഈ പ്രവൃത്തി അവർ ചെയ്യുന്നതിലൂടെ ലൻ യളുറുല്ലാഹ ശൈആ, അല്ലാഹു തആലയ്ക്ക് യാതൊരു ദോഷവും വരുത്തുവാൻ ഈ പ്രവൃത്തിയിലൂടെ അവർക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ, അവൻ്റെ നിർദ്ദേശങ്ങളെ അവർ നിഷേധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും ദോഷം വരുത്തുവാൻ, ബുദ്ധിമുട്ട് വരുത്തുവാൻ, പ്രയാസം വരുത്തുവാൻ അവർക്ക് കഴിയുകയില്ല. വലഹും അദാബുൻ അലീം, വലഹും, അവർക്കുണ്ട്, അദാബ്, ശിക്ഷ, അലീമുൻ, വേദനാജനകമായ ശിക്ഷ. ഇവിടെ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ഷുവർലി ദോസ് ഹു ഹാവ് ബോട്ട് ഡിസ്ബിലീഫ് അറ്റ് ദ പ്രൈസ് ഓഫ് ഫെയ്ത്ത്. സത്യവിശ്വാസം സ്വീകരിച്ച് സത്യവിശ്വാസത്തെ നമ്മൾ വില കൊടുത്തു വാങ്ങുന്ന, വില കൊടുക്കുമ്പോഴേ നമുക്കതിനൊരു വിലയുണ്ടാവുമല്ലോ. നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കൊടുത്തിട്ടൊരു സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിന് വിലയുണ്ട്, വിലയും നിലയുമുണ്ട് നമ്മുടെ മുമ്പിൽ. ഇത് നമ്മൾ കൊടുത്തു, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ ഒക്കെ നമ്മൾ സത്യനിഷേധത്തിന് വേണ്ടി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ആ നിലയിൽ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. സത്യവിശ്വാസത്തിന് പകരം നമ്മൾ സ്വീകരിക്കുന്ന ഈ വിലയുണ്ടല്ലോ, നില, നമുക്ക് ഈ സത്യവിശ്വാസം എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വമാണ്, ഉത്തരവാദിത്വ നിർവഹണമാണ്. നമ്മൾ ഓരോരുത്തരോടും നമുക്ക് ഓരോ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കണ്ണിനോട്, നമ്മുടെ ചെവിയോട്, നമ്മുടെ നാവിനോട്, നമ്മുടെ ബുദ്ധിയോട്, നമ്മുടെ കൈകാലുകളോട് നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഭാര്യമാരോട്, മക്കളോട്, സമ്പത്തിനോട്, കാലത്തിൻ്റെ ഇമാമിനോട്,
എല്ലാവരോടും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരോടെല്ലാമുള്ള ഉത്തരവാദിത്വം ക്രമവൃദ്ധമായ നിലയിൽ പൂർത്തിയാക്കണം. ഇപ്പോൾ ഈ ദർസുൽ ഖുർആനിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഖലീഫത്തുള്ളായെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അത് തൻ്റെ അനുചരന്മാരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൽ വിമുഖത കാണിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകളും ഉണ്ട്. മനഃപൂർവമായിട്ട് അഥവാ അലസമായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ട പരിഗണന കൊടുക്കാതെ ഇതൊക്കെ സത്യവിശ്വാസത്തിന് പകരം സത്യനിഷേധത്തെ നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നു. അതുപോലെ 5 നേര പ്രാർത്ഥന, അതുപോലെ നമ്മുടെ ഭാര്യാമക്കളെയും കൂടെ നിർത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യേണ്ട വളരെ വലിയ ഉത്തരവാദിത്വം. ഇതൊക്കെ നാം നിർവഹിക്കുമ്പോഴാണ് സത്യവിശ്വാസത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നത്. അപ്രകാരം നമ്മൾ അത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ചില പുറമ്പോക്കിൽ നിന്ന് നമുക്ക് തോന്നുന്നത് എന്താണോ അതാണ് ദീൻ എന്ന നിലയിൽ നമ്മുടെ പരിശുദ്ധമായ നിലയിൽ ഈ കാലത്തിൻ്റെ ഇമാം കടന്നു കയറിയ നമ്മുടെ നൂറുൽ ഇസ്ലാം മസ്ജിദ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അനാഥമാണെന്ന് പറയാം. പക്ഷേ അല്ലാഹു തആല അവൻ സംരക്ഷിച്ചോളും. എങ്കിലും അലസമായ ജീവിതം നയിക്കുന്ന ആളുകൾ ആരാണെങ്കിലും, ഞാൻ ഉൾപ്പെടെയുള്ളവർ പറയുകയാണ്, അവർ കരുതിയിരിക്കേണ്ടതാണ് അള്ളാഹുവിനൊരു ബുദ്ധിമുട്ടും വരുത്തുവാൻ കഴിയില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഖലീഫത്തുള്ള പറയുന്നു, വെന്നെവർ സമൺ റിജക്ട്സ് ഫെയ്ത്ത്, ഒരാൾ ഈ വിശ്വാസത്തെ നിരസിക്കുകയാണെങ്കിൽ, എപ്പോഴൊക്കെ ഒരാൾ സത്യവിശ്വാസത്തെ നിരാകരിക്കുന്നു, എങ്ങനെ സത്യവിശ്വാസത്തെ നിരാകരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ അടുത്തൊരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ പോലും നമ്മൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് നമുക്ക് തോന്നുവാതെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ല. ഇതാണ്. ഇതുപോലെ ഞാൻ എൻ്റെ ഭാര്യയും മക്കൾക്കും അവരുടെ സംരക്ഷകൻ എന്ന നിലയിൽ, ഇഹലോക കാര്യത്തിൽ അവർക്ക് ഉപദേശകൻ എന്ന നിലയിൽ അവർക്ക് മാതൃകയായിട്ട് അവരെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ ചേർത്ത് നിർത്തുന്നില്ല എങ്കിൽ അതൊന്നും ദീനിൻ്റെ അധ്യാപനമല്ല, നമുക്ക് തോന്നുന്ന നിലയിലുള്ള അധ്യാപനങ്ങളാണ് അതൊക്കെ. അപ്പോൾ വെന്നെവർ സമൺ റിജക്ട്സ് ഫെയ്ത്ത്, ഈ സത്യവിശ്വാസത്തെ എപ്പോഴൊക്കെ ഒരാൾ നിരസിക്കുന്നുവോ, അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യമാണ് അള്ളാഹു ഈ സത്യവിശ്വാസത്തെ നിരസിക്കുന്നത്. അതിന് പരിഗണന കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? അത് നിരസിക്കുക. ആഫ്റ്റർ ഹി ഹാസ് ബിലീവ്ഡ്, അവൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹുവിൽ, അവൻ്റെ കൽപ്പനകളിൽ വിശ്വസിച്ചിരിക്കുന്നു, അവൻ്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഇതൊക്കെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസത്തിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച് നമ്മൾ ചെയ്യാതിരിക്കെ നമ്മൾ വിശ്വാസികളാണ് എന്ന് പറയുന്നുവെങ്കിൽ അതൊരു സൈസ് ഇരട്ടത്താപ്പാണ്. ഇറ്റ് ഈസ് ടാൻഡമൗണ്ട് ആസ് ടു ട്രേഡ്, ഇതൊരു കച്ചവടത്തിന് സമാനമായ അവസ്ഥയാണ്. എന്താണ് ട്രേഡ്? ബിലീഫ് ഫോർ അൺബിലീഫ്, വിശ്വാസത്തിന് പകരം അവിശ്വാസത്തെ കച്ചവടം ചെയ്യുകയാണ് അവർ. ഇത് നമ്മൾ നിസ്സാരമായി കരുതരുത്, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ അള്ളാഹുവുമായി ഒരു കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. അള്ളാഹു തആല നിയോഗിച്ച നിയോഗിതൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഞങ്ങൾ ജീവിക്കും. എന്നിട്ട് നമുക്ക് തോന്നുന്നത് എന്താണോ അത് ചെയ്തിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരാണ് എന്ന് പറയുന്നതിൽ അതൊരു കപടതയാണ്. സത്യവിശ്വാസത്തിന് പകരം അവിശ്വാസത്തെയാണ്, സ്വീകരണത്തിന് പകരം നിരാകരണത്തെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ദ ഈവിൾ ട്രാൻസാക്ഷൻ, ഇതൊരു മോശമായ കൊടുക്കൽ വാങ്ങൽ പദ്ധതിയാണ്. ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ദിസ് ഈസ് ദ ഈവിൾ ട്രാൻസാക്ഷൻ ഹി ഡസ് മേക്സ് ഹിം മെറിറ്റ് ദ റാത്ത് ഓഫ് അല്ലാഹ്. ഈ കച്ചവടം ഇങ്ങനെ തുടരുകയാണെങ്കിൽ
അള്ളാഹിൻ്റെ ക്രോധമാണ് അവർ ഈ കച്ചവടത്തിലൂടെ നേടുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഹിസ് പ്ലഷർ, അള്ളാഹുവിൻ്റെ സന്തോഷം, സംതൃപ്തി കരസ്ഥമാക്കുന്നതിന് പകരം, നേടുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ക്രോധമായിരിക്കും അവർ വിലയ്ക്ക് വാങ്ങുക. ആൻഡ് ഇൻഡീഡ് ഗ്രീവിയസ് ഷാൽ ബി ഹിസ് പണിഷ്മെൻറ്റ്, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കും. ഫോർ ട്രൂത്ത് റീച്ച്ഡ് ഹിം, കാരണം എന്താണ്? സത്യം അവരിലേക്ക് എത്തി, അവരത് കണ്ടു, അത് കേട്ടു, അവരറിഞ്ഞു. എന്നിട്ട് ബട്ട് ആഫ്റ്റർ റെക്കഗ്നൈസിങ് ഇറ്റ്, ഇത് സത്യമാണ് എന്ന് അംഗീകരിച്ചതിന് ശേഷം ഹി പ്രിഫേർഡ് ടു റിജക്റ്റ് ഇറ്റ്, എന്നിട്ട് അതിനെ നിരാകരിക്കുവാനാണ് അവന് മുൻഗണന കൊടുത്തത്. ഹി പ്രിഫേർഡ്, അവൻ മുൻഗണന കൊടുത്തത് ടു റിജക്റ്റ് ഇറ്റ്, അതിനെ നിരസിക്കുവാനാണ്. അപ്പോൾ നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണണം. നമ്മൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുക. അള്ളാഹുവാണ് നമ്മുടെ രക്ഷകനെന്ന് നമ്മൾ തിരിച്ചറിയുക. ഒരു പ്രവാചകനും ഒരാളെയും രക്ഷിക്കാൻ സാധിക്കില്ല. അവർ പോലും അവരുടെ നഫ്സിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അവരുടെ ഉത്തരവാദിത്വം എന്ന നിലയിൽ ആ സന്ദേശം നമ്മളിലേക്ക് എത്തിക്കുക. മനുഷ്യ സഹജമായ എല്ലാ ഇതും അവരിലും ഉണ്ട്. നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് അള്ളാഹുവിലാണ്. അവനാണ് നമ്മുടെ രക്ഷകൻ. അവൻ നമുക്ക് വേണ്ടതെല്ലാം നൽകും. അതിനപ്പുറത്ത് നമ്മൾ മറ്റേതെങ്കിലും രീതിയിൽ വിഷമിക്കുകയോ അല്ലെങ്കിൽ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ ന്യൂനതകൾ പറഞ്ഞു നടക്കുകയോ ചെയ്യുന്നത് അധാർമികമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അള്ളാഹുവിൽ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന സത്യഭക്തരായ ആളുകൾ എവിടെയായിരുന്നാലും തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം, ആ അനുഗ്രഹം കിട്ടുന്നതിനായി, ലഭിക്കുന്നതിനായി നമ്മളോട് കൽപ്പിക്കുന്നു. എവിടെ? നിങ്ങൾ മക്കയിലും മദീനയിലും ഒക്കെ കഴിയുമെങ്കിൽ ചെല്ലുക എന്ന്. അവൻ്റെ കൽപ്പന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിറവേറ്റുവാൻ. ഇതുപോലെ നമ്മുടെ സത്യവിശ്വാസത്തെ രൂഢമൂലമാക്കുന്നതിനും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിനുമായിട്ടാണ് നമുക്കിവിടെ ജീവിതം നൽകിയിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ലൈഫ് അവൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുവാൻ അവൻ്റെ ഈ ലോകം അവൻ സൃഷ്ടിച്ചു, നമ്മളെയും സൃഷ്ടിച്ചു, നമുക്ക് വേണ്ടുന്നതൊക്കെ നമുക്ക് നൽകി. അവൻ്റെ കൽപ്പനകൾ നിറവേറ്റാനാണ് അല്ലാഹു തആല കൽപ്പിച്ചത്. അപ്രകാരം തന്നെയാണ്. ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ, എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലാതെ ഈ മനുഷ്യവർഗത്തെയോ ജിന്നുവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതിനെ നിരാകരിക്കുകയാണെങ്കിൽ നിരാകരിച്ചോ, എനിക്ക് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുത്താൻ സാധ്യമല്ല. നിങ്ങളുടെ ആത്മാക്കളും അതിൻ്റെ അനുകരണങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. അല്ലെങ്കിൽ തക്കതായ താക്കീത് നൽകുന്നുണ്ട്. അത് ഇഹലോകത്തും പരലോകത്തും നാം അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണ വലയത്തിലായിരിക്കുവാൻ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, നമ്മളെല്ലാവരും കുല്ലു ബിനു ആദമ ഖത്താവൻ, എല്ലാവരും തെറ്റും കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. അതിന് ഒരേ ഒരു വഴി പ്രായശ്ചിത്തം, നന്മ ചെയ്തുകൊണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, നമ്മുടെ ന്യൂനതകൾ നാം മനസ്സിലാക്കിക്കൊണ്ട് നന്മ ചെയ്യുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതിലൂടെ ഐഹിക പാരിത്രിക ലോക വിജയമുള്ള ഒരുക്കി വച്ചിരിക്കുന്നു. ആ വിജയ സോപാനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ സ്വർഗീയ ആരാമത്തിലേക്ക് പ്രവേശിക്കുന്ന സത്യഭക്തകളായ ആളുകളായി നാം ഓരോരുത്തരും മാറുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നമ്മൾ സംസാരിക്കുന്നതാണ്. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.